റിലീസിന് മുൻപ് തന്നെ ലോക റെക്കോർഡ് സ്വന്തമാക്കി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു മലയാള ചലച്ചിത്രം. ഡോക്ടർമാരാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നതാണ് റെക്കോർഡിന് അർഹമാക്കിയത്. ബിയോണ്ട് ദ സെവൻ സീസ് എന്ന ചിത്രം ഈ മാസം 26-ന് തിയേറ്ററുകളിൽ എത്തും. നീ തേടിയാൽ കാണാത്തതൊന്നും അവൻ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. നീ കണ്ണു തുറന്ന് തേടിയാൽ നിന്റെ ചോരയ്ക്കതെല്ലാം കണ്ടെത്താൻ പറ്റും. പുനർജന്മത്തിന്റെയും നിഗൂഢ ശക്തികളുടെയും ചിരഞ്ജീവികളുടെയും പശ്ചാത്തലത്തിൽ അകപ്പെടുന്ന ഒരു 15 വയസ്സുകാരന്റെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. This looks like an ancient artifact. I'm Professor Sam. ഞാനിവിടെ ഒരു റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ നാട്ടിൽ നിലവിലുള്ള മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആചാരങ്ങളാണ് എന്റെ വിഷയം. നീ ബുക്ക് എടുത്ത അന്ന് മുതൽ പ്രശ്നങ്ങളാണല്ലോ. നീ തേടിയാൽ കാണാത്തതൊന്നും അവൻ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. നീ കണ്ണു തുറന്ന് തേടിയാൽ നിന്റെ ചോരയ്ക്കതെല്ലാം കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള വസ്തുക്കളെല്ലാം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് യുവർ ടാസ്ക് ഇസ് നോട്ട് കംപ്ലീറ്റ്. ചിലപ്പോൾ സ്പ്ലിറ്റ് പീസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഹാഫ് കാണും. അതായിരിക്കും ചിലപ്പോൾ ലിലിത്തിന്റെ കയ്യിലുള്ള ഹാഫ്. ചിലപ്പോൾ ഈ 2 ഹാഫും കൂട്ടി വെച്ചിപ്പിച്ച് ലോക്ക് ചെയ്താലായിരിക്കും നമുക്ക് ഇതിന്റെ ഉപയോഗം മനസ്സിലാവുന്നത്. ഓഗസ്റ്റ് 26-ന് തിയേറ്ററിലെത്തുന്ന ചിത്രത്തിൽ പീറ്റർ ടൈറ്റസ്, ഡോക്ടർ പ്രശാന്ത് നായർ, ഡോക്ടർ സുധീന്ദ്രൻ, കിരൺ അരവിന്ദാക്ഷൻ തുടങ്ങി നിരവധി ഡോക്ടേഴ്സാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അയർലൻഡിൽ നിലനിന്നിരുന്ന ഒരു മിത്തുണ്ട്. നമ്മളതിനെ മിത്തെന്ന് പറയുമെങ്കിലും ഇന്നും അവരതിനെ ഒരു നടന്ന സംഭവമായിട്ടാണ് വീക്ഷിക്കുന്നത്. അതായത് അവിടെ ജീവിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങൾ, അപ്പോൾ അവരൊക്കെ ഈ പുതിയ ആധുനിക മതങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അവർ പലായനം ചെയ്യപ്പെട്ടു. അപ്പോൾ അവർ ഇന്നും ഭൂമിയുടെ ചില സ്ഥലങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്, നമ്മളെ കാണാതെ ജീവിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അപ്പോൾ അതിൽ പെട്ടുപോകുന്ന ഒരു 2 കുട്ടികളും അവരതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിൽ പെടാനുണ്ടായ സാഹചര്യവുമൊക്കെയാണ് നമ്മൾ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു അയർലൻഡ് കഥയെ നമ്മൾ പറിച്ചു നടുകയാണ് സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഉണ്ണികൃഷ്ണ വർമ്മ എഴുതിയ വരികൾക്ക് ഡോക്ടർ വിമൽ കുമാറാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പവിത്രൻ, കൈരളി ന്യൂസ്, കൊച്ചി.